ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് എ ഐക്ക് ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിൻ്റെ ജീവിതത്തിലുള്ള സ്ഥാനം എന്നുള്ളതാണ്. സോ നമ്മൾ കുറേ കാര്യങ്ങൾ എന്താണ് എ ഐ, എങ്ങനെയാണ് നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കും ഈ കാര്യങ്ങൾ ഇൻവോൾവ് ആകേണ്ടത്, എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട എ ഐ ടൂൾസ്, അല്ലെങ്കിൽ ഒരു ജോബ് മാർക്കറ്റിനെ മുൻനിർത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് എ ഐ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. അപ്പോൾ നമുക്കറിയാം എ ഐ എന്ന് പറയുന്നത് മിക്ക സ്റ്റുഡൻസിനും അപ്പുറത്തിരിക്കുന്ന ഒരാൾ എന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കാനുണ്ടാവുക. കാരണം മുന്നേ നമ്മൾ ഫ്രണ്ട്സിന്റെ കോപ്പി അടിച്ച് അസൈൻമെന്റ്സും അല്ലെങ്കിൽ എക്സാംസിനും ഒക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്ട് വർക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ടീച്ചർ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയുമ്പോഴൊക്കെ ഫ്രണ്ട്സിന്റെ നോക്കിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ അത് നിങ്ങൾ എ ഐ ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ChatGPT അല്ലെങ്കിൽ ജെമിനായോ വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെയുള്ള കുറച്ച് ടൂൾസ് നോക്കിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിനു വേണ്ടി മാത്രമാണ് നിങ്ങൾ എ ഐ നിങ്ങളുടെ സ്റ്റുഡൻറ് ലൈഫിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ റിസ്കിലാകുന്നത് നിങ്ങളുടെ കരിയറാണ്. കാരണം ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എ ഐ ഇല്ലാതെ ഇന്നും ഒന്നുമില്ല. മിക്കവാറും തന്നെ എല്ലാ കുട്ടികളും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നേ ഉണ്ടായിരുന്ന സീനിയേഴ്സ് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഒരു റൂൾ ഓഫ് തമ്പ് മെത്തേഡ് പ്രകാരം ട്രഡീഷണലി നിങ്ങൾ ഒരു പ്രത്യേക റോഡ് മാപ്പ്, അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ഇന്ന ഡിഗ്രി കഴിഞ്ഞ് ഇന്ന കാര്യത്തിലേക്ക് ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ കരിയർ ഡേഞ്ചറിലായിരിക്കും. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പേര് ഡിഗ്രി പഠിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ 100 പേർക്കും ഒരേ കഴിവുകളായിരിക്കും. അതിനകത്തുനിന്ന് ഡിഫറെന്റ് ആകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും സ്കിൽസ് അക്വയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പ്രസന്റ് ഒരു ലേബർ മാർക്കറ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും എ ഐ ബേസ് ആയിട്ടുള്ള ഒരുപാട് സ്കിൽസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ പ്ലസ് ടു കോമേഴ്സോ അല്ലെങ്കിൽ BComോ BBAയോ MBAയോ PGയോ ഏതാണെന്നുണ്ടെങ്കിലും ആ സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റുക. കാരണം മഴ പെയ്തിട്ട് കൊട എടുക്കുക എന്ന് പറയുന്നത് റിയാക്ഷൻ ആണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. എന്നാൽ മഴ പെയ്യുമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒരു കൊട എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രൊവാക്ഷൻ ആണ്. നമ്മൾ എന്തോ ഒരു പ്രശ്നത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു നടപടി നേരത്തെ കൂട്ടിയെടുക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ്. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മൾ മെച്ചപ്പെടുത്തുന്നു, കമ്പ്യൂട്ടർ സ്കിൽസ് ഉണ്ടാക്കുന്നു, ഇതൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അപ്സ്കില്ലിംഗ് കോഴ്സുകളായിരുന്നു. അതൊക്കെ വേണം താനും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എ ഐ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പേര്, ഒരു എ ഐ ടൂളിൻ്റെ പേര് കേട്ടാൽ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന 100ലും 1000ലും ഒന്നും ഒതുങ്ങി നിൽക്കാത്ത എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൽസ് ഉള്ള ഒരു പ്രോസ്പെക്റ്റീവ് എംപ്ലോയി ആയിട്ട് മാറുകയാണ്. അപ്പോൾ എ ഐ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാനും അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാനും മാത്രമുള്ള ഒന്നല്ല. അതിനെ നമുക്ക് പ്രൊഫഷണലി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിഞ്ഞു വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് വേണ്ട പ്രധാന 2 സ്കിൽസ് ഒന്നാണ് ഈ പറയുന്ന പോലെ എ ഐ ടൂൾസ് എന്താണെന്നുള്ളതിലേക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. അതേപോലെ അത് മനസ്സിലാക്കാനും അത് നമ്മുടെ പ്രാക്ടിക്കലി നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യുണീക്ക് ആയിരിക്കും, നിങ്ങളുടെ ജോബ് മാർക്കറ്റും അത്രയും വലുതായിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ഈ പറയുന്ന കാരണങ്ങളല്ലാതെ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ എ ഐ യൂസ് ആക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുമായി കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്തിനാണ് ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് ഇത് പഠിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യണം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 1000 കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞ് വരുന്നുണ്ട്, അല്ലെങ്കിൽ 100 പേര് PG കഴിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്നൊക്കെ ഒരാളെ സ്പെസിഫിക്കലി യൂണീക്കായിട്ട് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഒരു അഡ്വാൻസ് ആയിട്ടുള്ള സ്കിൽസ് വേണം. അപ്പോൾ എക്സലും കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പഠിച്ചെടുക്കാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയാം അതൊക്കെ പഠിക്കണം എന്നുള്ളത്. പക്ഷേ എ ഐ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു മുൻതൂക്കം കിട്ടും. അതേപോലെ തന്നെ ജോലികൾ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വൺസ് നിങ്ങളൊരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്ത് നിങ്ങളൊരു ജോബ് പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഒരാളെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടീമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ജോലി പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് നെഗോസിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുകയാണ്. ആൻഡ് ദെൻ ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള മാനേജേഴ്സ് ആയിട്ട് മാറാൻ പറ്റും. കാരണം ക്ലറിക്കൽ ഡാറ്റാസിനെ അനലൈസ് ചെയ്യാന്നൊക്കെ പറയുന്നത് പണ്ട് മുതലേ ഓട്ടോമേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഈ പറയുന്ന ക്ലറിക്കൽ ഡാറ്റയെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വൈസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെടും എന്നുള്ള പേടി ഇല്ലാത്ത വർക്ക് ചെയ്യാൻ പറ്റുന്ന എംപ്ലോയീസ് ആയിട്ട് മാറുകയാണ്. ആൻഡ് ദെൻ മറ്റേതെങ്കിലും ഒരു ജോലിയിലോട്ട് നിങ്ങൾ പ്രൊമോട്ട് ആകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ അപ്സ്കിൽ ആയേ പറ്റൂ. ഈ പറയുന്ന ബേസിക് ലെവലിലുള്ള അപ്സ്കില്ലിംഗ് കാര്യങ്ങളൊന്നും അല്ലാതെ എ ഐ ടൂൾസിനെ എത്രത്തോളം ഈസി ആയിട്ട് നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഈ പറയുന്ന അപ്സ്കില്ലിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങളുടെ ജോലിയിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇനി ഈ പറയുന്ന ആ ഒരു ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് എ ഐ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് നേരത്തെ കൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതേപോലെ തന്നെ എ ഐ ലിറ്ററേറ്റ് ആയിട്ട് മാറുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ബിക്കോസ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എ ഐ വന്നു കഴിഞ്ഞാൽ ജോലി ഉണ്ടാവില്ല, എ ഐ നമ്മുടെ എല്ലാവരുടെയും ജോലി റീപ്ലേസ് ചെയ്യുന്നുള്ളത്. ടു ബി ഫ്രാങ്ക്, എ ഐ അല്ല നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്, മറിച്ച് നിങ്ങൾക്ക് എ ഐ അറിയില്ലെങ്കിൽ ഒരു പക്ഷേ എ ഐ അറിയാവുന്ന നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവോ ഒക്കെ ആയിരിക്കും നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് മനുഷ്യന് തുല്യ മനുഷ്യൻ മാത്രമാണ്. നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് എ ഐക്ക് ഒരിക്കലും മനുഷ്യർ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
ജോബ് മാർക്കറ്റിൽ നിങ്ങളുടെ ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും. പ്രധാനപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മെക്കൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്നുള്ള ജോലികളിൽ അല്ലെങ്കിൽ ഇന്നുള്ള കമ്പനികളിൽ 2030 ആകുമ്പോഴത്തേക്കും 70% കമ്പനികളും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബിസിനസ് ഫംഗ്ഷന് വേണ്ടിയിട്ടെങ്കിലും AI യൂസ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കണം, 2030 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ദൂരെയൊന്നുമല്ല. ഈ 2030 70% ജോലികൾ അല്ലെങ്കിൽ അധികം കമ്പനികളും AI യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് പഠിക്കുന്ന കുട്ടികളിൽ അത്രയും പെർസെൻറ്റേജ് തന്നെ AI അറിയാവുന്നവരായിട്ട് മാറണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. ഇനി അത് മാത്രമല്ല, ഇന്നുള്ള കോർ 44% പ്രധാനപ്പെട്ട സ്കില്ലുകളും അന്ന് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇന്നത്തെ ജോലി അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പാറ്റേണിലുള്ള ജോലിക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജോലി കിട്ടില്ല. കാരണം 44% കോർ ആയിട്ടുള്ള സ്കിൽസ് ഇനി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ പുതിയ സ്കിൽസ് അക്വയർ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, മിസ് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? സ്റ്റുഡൻസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് AI യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ രീതിയിലാണ് AIയെ നമ്മുടെ ഒരു ഫ്രണ്ടാക്കി മാറ്റേണ്ടത്? അപ്പോൾ അതിന് കുറച്ച് ടിപ്സ് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിലോട്ടായിരിക്കും മുന്നോട്ട് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒന്നുകിൽ ഒരു ഫിനാൻസ് സെക്ടറിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തേക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആയിരിക്കാം, HR ആയിരിക്കാം, ലോജിസ്റ്റിക്സ് ആയിരിക്കാം, സപ്ലൈ ചെയിൻ ആയിരിക്കാം. ഇങ്ങനെ ഒരുപാട് ബിസിനസ് ഫംഗ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതിലോട്ട് പോയാലും ഇന്ന് അതിന് എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മേഖലയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു AI ടൂൾ എന്താണെങ്കിലും അവൈലബിൾ ആണ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഐഡിയ ജനറേഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു കാര്യത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ChatGPT അല്ലെങ്കിൽ പെർപ്ലെക്സിറ്റിയോ അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി അത് മാത്രമല്ല, നമ്മൾ നോഷൻ AI അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പിലോട്ട്, നോട്ട്ബുക്ക്, എല്ലാം ഇതൊക്കെ സ്റ്റുഡൻസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ജോലിയെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ് ആണ്. ഇനി ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു, വെറുതെ ക്ലറിക്കലായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്ന് ആവശ്യമില്ല. നമ്മുടെ കയ്യിലൊരു ഷീറ്റ് ഓഫ് ഡാറ്റ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും സാധാരണ ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഹൈ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു വിഷ്വൽ ഡാറ്റ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചാർട്ട് അനാലിസിസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക പറയുന്നതാണ് വലിയ കാര്യം. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എക്സൽ കോഴ്സുകൾ, നമ്മൾ നോർമലി പഠിക്കുന്ന എക്സലിനെ പറ്റി മാത്രമല്ല പറയുന്നത്, അതിൻ്റെ കൂടെ ഈ പവർ BI അല്ലെങ്കിൽ ടാബ്ല്യൂ പോലുള്ള അഡീഷൻസും കൂടെ വരുന്ന രീതിയിൽ ഒരു ഡീപ്പായിട്ടുള്ള എക്സൽ കോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും. ഇനി അത് മാത്രമല്ല, ഈ ഒരു പ്രത്യേകിച്ച് ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് എന്നുള്ള സെഗ്മെന്റ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ട്, കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈത്തൺ അല്ലെങ്കിൽ പാണ്ടാസ്, മാറ്റാപോളിറ്റിക്സ് ഇങ്ങനെയൊക്കെയുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാനേ പറ്റും. അപ്പോൾ നമ്മൾ കൊമേഴ്സ് ആണ് പഠിക്കുന്നതെങ്കിൽ പോലും ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കോഡിംഗ് സ്കിൽസ്, നമ്മുടെ ഇഷ്ടപ്രകാരം കോഡിംഗ് സ്കിൽസ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസും ഡാറ്റാബേസും ഒക്കെ അവൈലബിൾ ആണ്. ഇനി അതേപോലെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കൺസ്യൂമർ ഇൻസൈറ്റ്സ് ഒക്കെയാണ് നിങ്ങളുടെ ഇഷ്ട മേഖല, നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സെഗ്മെന്റിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ HubSpot AI അല്ലെങ്കിൽ ജാസ്പർ, Copy.ai, Canva.ai ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ ഫ്രീ വേർഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളിത് എങ്ങനെ പഠിക്കണം? ഇപ്പോൾ നമ്മൾ ഒരുപാട്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് വളരെ ഇൻഡിക്കേറ്റീവ് ആയിട്ടുള്ള വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് മാത്രമാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മൾ വെറുതെ നമുക്കൊരു സ്കിൽ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ജെമിനായിലിട്ടൊരു ഒരു ഫോട്ടോ ട്രാൻസിഷൻ കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യുക എന്നതിനുപരിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിനെ അല്ലെങ്കിൽ കരിയറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു AI സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സർട്ടിഫിക്കേഷൻ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബിക്കോസ് നമുക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഒരു പ്രൂഫ് കാണിക്കാൻ പറ്റും, ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോഴ്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ നമുക്കൊരു ജോലി, ഞാൻ ഇന്ന സെഗ്മെന്റിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന ഒരു ഫീൽഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സീരിയസ് ആയിട്ട് ഡിസൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ, ഡിസൈഡ് ചെയ്യണം. ഇൻ കേസ് അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ഡാറ്റാബേസസ് അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള AI കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ട്. അപ്പോൾ അതിൽ യൂട്യൂബ് ട്യൂട്ടോറിയൽസ് തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ AI ടൂള് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ അത് വെച്ച് സെർച്ച് ചെയ്ത് നോക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ AIയുടെ തന്നെ ഈ പറയുന്ന ഗൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അത് മാത്രമല്ല, നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ലേൺ ഉണ്ട്, പവർ BI അല്ലെങ്കിൽ കോപ്പിലോട്ട് പഠിക്കാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള ഡാറ്റാബേസസ് വേറെയുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒതന്റിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെ വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സറ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ എഡ്സിംഗ് ഉണ്ട്, അതുപോലെ ഉഡേമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിലൊക്കെ തന്നെ നമുക്ക് AI ബേസ് ചെയ്തിട്ടുള്ള പല കോഴ്സസിൻ്റെയും സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അത് മാത്രമല്ല, നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു അപ്സ്കില്ലിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസിയോ അല്ലെങ്കിൽ
അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എഡ്യൂടെക് കമ്പനിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ടൈപ്പിൽ നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം മിക്കതും നല്ല ഫ്രീ വേർഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ അത് യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റണമെന്നില്ല. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ സർട്ടിഫിക്കേഷൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഗൂഗിൾ ഡാറ്റ അനലിറ്റിക്സിൻ്റെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, IBMൻ്റെ ഉണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ പവർ BI പ്രോഗ്രാംസ് ഉണ്ട്, അതേപോലെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു AI ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും റീൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കമൻറ്റാണ് പ്രോംപ്റ്റ് തരുമെന്ന് വെച്ചിട്ട്. സോ പ്രോംപ്റ്റ് എന്ന് പറയുന്നതാണ് AIയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് എന്ത് ഔട്ട്പുട്ട് ആണോ അതിൽ നിന്ന് കിട്ടേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് യഥാർത്ഥ സ്കില്ല്. അപ്പോൾ ഈ പ്രോംപ്റ്റ് പക്കായായിട്ട് അല്ലെങ്കിൽ AIക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് AI കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങളുടെ AI സ്കിൽസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഈ PwCയിലേക്ക് ഒരു റിപ്പോർട്ട് പറയുന്നത് 15.7 മില്യൺ അല്ലെങ്കിൽ അത്രയധികം എമൗണ്ട് ഓഫ് ഇൻകം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് AI ആണെന്നുള്ളതാണ്. അതായത് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഇത്രയും വലിയ എമൗണ്ട് AIയിൽ നിന്നാണ് ഒരു രാജ്യത്തിന് കിട്ടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം AIയുടെയൊക്കെ ഒരു അഡ്വാൻസ്മെൻറ്റും അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം AIയുമായിട്ട് കൈ കോർക്കണം എന്നുള്ളതിൻ്റെ ഒരു ആവശ്യം എത്രയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്ന കോഴ്സ് എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ എസ്പെഷ്യലി കൊമേഴ്സ് സ്റ്റുഡൻസിന് ബിസിനസ് മേഖലയിൽ ഇതില്ലാതെ ഇനി പറ്റില്ല. ഈവൻ നമ്മളിപ്പോൾ പോലും ഇത് പല മേഖലകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ റിക്വയർമെൻറ്റ് അത്രയും കൂടുതലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്ന കോഴ്സിൻ്റെ കൂടെ എന്തെങ്കിലും ഡീപ്പായിട്ടുള്ളൊരു AI കോഴ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് എൻട്രി കൊമേഴ്സിൻ്റെ പേജിലൂടെ വീണ്ടും കാണാം. താങ്ക്